നമസ്കാരം. ഇത് കണ്ടില്ലേ, നമ്മൾ ചീര എങ്ങനെയുണ്ട് 20 ദിവസമായിട്ടുള്ളൂ നട്ടിട്ട്. അപ്പൊ ഇതിന്റെ വളപ്രയോഗമൊക്കെ നമുക്ക് പറയാം. ഇത് പറിച്ച് നട്ടാട്ടോ. നമ്മൾ ആദ്യം വിത്ത് പാകി മുളപ്പിച്ച് ഒരു 10 ദിവസം ആയപ്പോഴത്തേക്കും 2 പ്രായമായി പറിച്ച് നട്ടു. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 തവണ വളപ്രയോഗം ചെയ്തു. ഇത് കണ്ടില്ലേ, ഈ ചെറിയ കാടുകളൊക്കെ കണ്ടില്ലേ, കളകളൊക്കെ ഉണ്ടെങ്കിൽ പറിച്ച് കളഞ്ഞേക്കണം. ഇതേപോലെ പറിച്ച് കളയുക. എന്നിട്ട് പറിച്ച് കളഞ്ഞതിന് ശേഷം പറ്റുമെങ്കിൽ ഒരു ചെറിയൊരു കമ്പെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കിയേക്കണം. വെറുതെ ഒന്നല്ല, ഒന്ന് പെട്ടെന്ന് നമ്മൾ കൊടുക്കുന്ന വളം ഒന്ന് എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ചെറുതായിട്ട് ഇടയ്ക്ക് കൂടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ചെറിയ വര വരച്ചാലും മതി. കാരണം ഓൾറെഡി നല്ല വേരോട്ടുള്ള മണ്ണാട്ടോ. അതുകൊണ്ടാണ് 20 ദിവസം കൊണ്ട് കണ്ടില്ലേ ഈ കാടൊക്കെ പറിക്കണേ. 20 ദിവസം കൊണ്ട് നല്ല വളർച്ച. നമുക്കൊരു 30-ാം ദിവസം ഇത് എന്തായാലും വിളവെടുക്കാനാവും. ഇത് ഞങ്ങൾ കോഴിക്കോട് സിറ്റിയിലാണ് താമസിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് കളാണ്ടിത്താഴം, അതായത് വെള്ളിമാടൂന്നിൻ്റെ അടുത്ത്. അപ്പോൾ ഈ സിറ്റിയിൽ താമസിക്കുന്നവർക്കൊക്കെ ഇതേപോലെ ഒന്ന് മനസ്സ് വെച്ചാൽ ചെറുതായിട്ട്. അപ്പോൾ ഏറ്റവും നല്ലത് കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കൃഷിയാണ്. ഒരു പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനും ഇല്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അവർക്ക് പരിപാലിക്കാനും ഒക്കെ നല്ലതായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ പരിപാലിക്കാം. പിന്നെ അതുണ്ട് കടലപ്പിണ്ണാക്കും പച്ചച്ചാണകം പുളി. ഇതാണ് ഏറ്റവും പ്രധാന വളം കേട്ടോ. ഇതിനകത്ത് നൈട്രജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, പൊട്ടാഷ്യമൊക്കെ ധാരാളം ഉണ്ട്. കണ്ടില്ലേ? അപ്പം ഇത് നമ്മൾ കൂടുതൽ വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്തേക്കണം. ഒരു 20 ഇരട്ടി വെള്ളം ചേർക്കണം, അത്ര നല്ലത്. കാരണം നമുക്ക് അന്ന് വെള്ളം വേറെ ഒഴിക്കുകയും വേണ്ട. ഇതിൽ നന്നായിട്ട് നിളക്കണം. കടലപ്പിണ്ണാക്കും പച്ചച്ചാണകം കൂടെ പുളിപ്പിച്ചാണ്. എന്നിട്ട് എന്ത് വെച്ചാൽ ചൂട് വെള്ളം ചേർക്കാം നമുക്ക്. ഇതും ഒഴിച്ചാൽ ഇതൊരു 3-4 തവണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു 2 തവണ ഒഴിക്കുമ്പോൾ നമുക്ക് വളർച്ച നല്ല കണ്ടില്ലേ. ഇതേപോലെ എന്നിട്ട് എന്ത് ചെയ്യാം, ചീരയുടെ ഇടയ്ക്കൂടെ ഒഴിച്ചു കൊടുത്താൽ അവരെല്ലാവരും കൂടെ ഷെയർ ചെയ്തെടുത്തോളും. കണ്ട ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ തീരെ മുരടില്ല. മുരടിൽ വീണാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം വേര് മുറിയാതെ അവിടുത്തെ തണ്ട് മുറിയാതെ, അങ്ങനെ തണ്ട് മുറിയുമ്പോഴാണ് ചിലപ്പോൾ ഫംഗസ് ഒക്കെ വന്നിട്ട് ആ ചീരത്തൈ പോവുക. അപ്പോൾ അതുകൊണ്ട് ചില മുറിയാത്തത് കൊണ്ട് തണ്ടിൽ വീണാലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ തണ്ടിൽ ഒഴിക്കണ്ട, കാരണം വേരുകൾ അഗ്രഭാഗമല്ലേ വളം വലിച്ചെടുക്കുന്നത്. ഇതേപോലെ ചുറ്റും ഒഴിച്ചു കൊടുത്തേക്കണം. എന്നിട്ട് വേണം നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യണം, എല്ലായിടത്തും സ്പ്രെഡഡ് ആകാൻ വേണ്ടി ലേശം വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ പൈപ്പ് അപ്പോൾ എല്ലായിടത്തും ഒഴുകി എപ്പോഴേക്കോളും. ഇത് നമ്മൾ പിഴുതെടുക്കണ്ട കേട്ടോ. നമ്മൾ വേരോടെ എടുക്കണ്ട. നമ്മൾ ഒരു 2, 3, 4 തവണയെങ്കിലും നമുക്ക് വിളവെടുക്കാൻ പറ്റും. മുറിച്ചെടുക്കാം. ഒരു താഴെ ഒരു 10 സെൻറ്റിമീറ്റർ നിലനിർത്തിക്കൊണ്ട് നമ്മൾ മുറിച്ചെടുത്താൽ വീണ്ടും പുതിയ ശിഖരങ്ങൾ കിളുത്തു വന്നോളും. അത് നമുക്ക് വീണ്ടും വിളവ് കിട്ടും. നമ്മൾ കടയിൽ വിൽക്കുന്നവരൊക്കെ എന്ത് ചെയ്യുക, ചീര നമ്മൾ വേരോടെ പിഴുതിട്ടല്ലേ, അതായത് ഫ്രഷായിട്ടിരിക്കാനായിരിക്കും. ഞങ്ങളൊക്കെ കർഷകർ ചെയ്യുന്ന മുറിച്ചെടുക്കും. വീണ്ടും നമുക്കൊരു 3-4 തവണയെങ്കിലും കിട്ടും. എന്നിട്ട് ആ മുറിച്ച് കഴിയുമ്പോഴത്തേ അടുത്ത വിത്തുകൾ പാകിയേക്കണം.